ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. നമ്മളിന്നൊരു യാത്ര പോവാണ്. യാത്ര വളരെ എന്താ പറയുക, ഒരു രസമുള്ള ഒരു സ്ഥലത്തേക്കാണ്. രസമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇന്ന് പോകുന്നത് ഗുരുവായൂർക്കാണ്. അപ്പോൾ ഈ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി ഞാനിപ്പോൾ സമയം ഒന്ന് കാണിക്കാം. ഇതാ നിങ്ങൾക്കൊക്കെ അവിടെ കാണാം, 3:10. അപ്പോൾ വെളുപ്പിന് 3:10. അപ്പോൾ ഈ വെളുപ്പിനെ 3:10 ഞാൻ ഗുരുവായൂർക്ക് പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന്, കിടങ്ങൂരിൽ നിന്ന് ആണ് പോകുന്നത്. അപ്പോൾ ഇതൊരു വളരെ എന്താ പറയുന്നത്, ഒരു ത്രില്ലിംഗ് ആയ അല്ലെങ്കിൽ രസമുള്ള വളരെ എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. നമ്മൾ ഇന്ന് പോകുന്നത് കിടങ്ങൂർ നിന്ന് തന്നെ കയറി ഗുരുവായൂർക്ക് പോവുകയാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക ബസ്സുണ്ട്. ആ ബസ്സിന് നമുക്ക് നോക്കാം, അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിടങ്ങൂർ ബസ് ബേയിലാണ്. നമ്മുടെ ഏറ്റുമാനൂർക്ക് പോകുന്ന ബസ് ബേയിലാണ് നിൽക്കുന്നത്. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ് ബസ് വെയിറ്റ് ചെയ്തിട്ട്. കിടങ്ങൂർക്ക് എത്താൻ വേണ്ടിയിട്ട് പാലായിൽ നിന്നാണ് പോരുന്നത് ബസ്. ഈ ബസ് കോഴിക്കോടിനാണ് ബസ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത, ഇത് KSRTC ബസ്സാണ്. KSRTC ഈ ഒരു സർവീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോടിന് പോകുന്ന ഈ ഒരു ബസ് പാലായിൽ നിന്ന് കിടങ്ങൂർ, ഏറ്റുമാനൂർ വഴി തലയോലപ്പറമ്പ് വഴി വൈറ്റില ചെന്ന് അവിടെ നിന്നും നോർത്ത് പറവൂർ, കൊടുങ്ങല്ലൂർ വഴിയാണ് ഗുരുവായൂർ ചെന്ന് ഗുരുവായൂരിൽ നിന്ന് പൊന്നാനി, തിരൂർ, കടലുണ്ടിക്കടവ് വഴിയാണ് കോഴിക്കോട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഗുരുവായൂർ പോകുന്ന ദർശനത്തിനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് വളരെ ഒരു ഭാഗ്യമാണ് ഈ ഒരു വണ്ടിയുടെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ വണ്ടി വരട്ടെ ഉണ്ടാവും. 3:15, 3:15 നമുക്ക് പാല ബസ് സ്റ്റാൻഡിൽ നിന്ന് പോരുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ 2 വീലേഴ്സും 4 വീലേഴ്സും ഒക്കെ ഇതിലേ പോകുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം വെളുപ്പിനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എന്തായാലും നമ്മുടെ വണ്ടി ഉടനെ എത്തും. വണ്ടിയുടെ നമ്പറും കണ്ടക്ടറുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് മെസ്സേജ് വന്നു. ഞാനത് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ കിടങ്ങൂരാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പാലായിൽ നിന്ന് തന്നെയാണ്. പാലായിൽ നിന്ന് ടു കോഴിക്കോട് വണ്ടിയിൽ പാലാ ടു ഗുരുവായൂരാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 176 രൂപയാണ് KSRTCയുടെ ചാർജ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് അതിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ പിന്നെ എക്സ്ട്രാ എമൗണ്ട് എല്ലാം ഉൾപ്പെടെ 188 രൂപയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി നോക്കട്ടെ. ഫ്രണ്ട്സ്, എനിക്ക് സത്യത്തിൽ ഈ ഒരു ബസ്സിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങൾക്കും എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നിയത്, ഇപ്പോൾ സമയം 3:15. ഈ 3:15 നമുക്ക് പാലാ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന വണ്ടി കിടങ്ങൂർ വഴി, ഏറ്റുമാനൂർ വഴി, നമ്മുടെ തലയോലപ്പറമ്പ്, വൈറ്റില വഴി ആണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3:15 പാലായിൽ നിന്ന് കയറിയാൽ, അല്ലെങ്കിൽ കിടങ്ങൂരിൽ നിന്ന് കയറിയാൽ നമുക്ക് ഏകദേശം 8:10 ഇവരുടെ ടൈമിങ്. അപ്പോൾ ഏകദേശം ഒരു 8:15 നമുക്ക് ഗുരുവായൂർ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് രാവിലെ ഇപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സിൽ കയറുക. നമ്മൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട ആ ഒരു ഉറക്കം നമുക്ക് മാറ്റിവെച്ച് ബസ്സിലിരുന്ന് ഉറങ്ങി നമുക്ക് 8:10 ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ, ഗുരുവായൂർ നമ്മൾ പടിഞ്ഞാറേ നടയിലാണ്, ആ ഭാഗത്താണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ പോലും നമുക്ക് നേരെ ചെല്ലുക, ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക. ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നമുക്ക് നേരെ ക്യൂവിലേക്ക് കയറാം. കാരണം എന്തായാലും ക്യൂ ഉണ്ടാവും, തൊഴാനുള്ള ക്യൂ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ തൊഴാനുള്ള ക്യൂവിലേക്ക് നമ്മൾ ഒരു 8:30 അല്ലെങ്കിൽ ഒരു 8:45 കയറിയാലും നമുക്ക് പിന്നെ നട അടയ്ക്കുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ ആ നട അടയ്ക്കുന്നതിന് മുൻപ് വരെ നമുക്ക് സുഖമായിട്ട് അത്രയും നേരം നിൽക്കാനുള്ള ഒരു നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു ഇതുകൊണ്ടും നമ്മുടെ ഉറക്കക്ഷീണം മാറിയതുകൊണ്ടും നമുക്ക് സുഖമായിട്ട് ക്യൂ നിന്ന് തൊഴാൻ പറ്റും. നമുക്ക് ക്ഷീണം അനുഭവപ്പെടില്ല. അതാണ് ഏറ്റവും ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇന്ന് അത് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു യാത്ര. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 3:25 കഴിഞ്ഞു. നമ്മുടെ വണ്ടി എത്തിയിട്ടില്ല. ഒരു ലൈറ്റ് കാണുന്നുണ്ട്, വണ്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ KSRTCയുടെ 473 നമ്പറാണ്, ബോർഡൻ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊണ്ടോടി വണ്ടിയാണ്. എന്തായാലും നോക്കാം. കൊണ്ടോടി വണ്ടിയാണെങ്കിൽ തന്നെ അതൊരു പഴയ വണ്ടിയാണ് ആയിരിക്കാനാണ് ചാൻസ്.
വളരെ മടുപ്പുള്ള വണ്ടിയാണ്. നമ്മുടെ പുതിയ ടൈപ്പ് ബോഡി അല്ല അത്, എടപ്പാൾ ബോഡിയോ കോഴിക്കോട് ബോഡിയോ ടൈപ്പ് വണ്ടിയെല്ലാം തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, വണ്ടി എത്താറായി. എന്തായാലും പാലായിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് ഇവിടെ എത്താം. അപ്പോൾ എത്താറായിട്ടുണ്ട്. ഒരു ബസ് വരുന്നുണ്ട്, ഇതാണോ എന്നറിയില്ല, നോക്കട്ടെ. അത് തന്നെ, ഓക്കെ. ഇത് പുതിയ ബസ്സാട്ടോ, നമ്മുടെ പുതിയ വണ്ടിയാണ്. ഫ്രണ്ട്സ് നമുക്ക് AT 473 എന്നുള്ള രജിസ്ട്രേഷൻ നമ്പർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കൊണ്ടോടി ബോഡി ആയിരിക്കുന്നു. പക്ഷേ ഇത് കൊണ്ടോടി ബോഡി അല്ല, നമ്മുടെ AT 473 എന്നുള്ള ഒരു പുതുപുത്തൻ KSRTC ബസ്സാണ്. കണ്ടോ? അപ്പോൾ ഏതായാലും നമ്മളൊരു ചവറ് പ്രതീക്ഷിച്ചിട്ട് ഒരു കിടിലൻ സാധനം കിട്ടിയ പ്രതീതിയാണ്. ഇതാ കോഴിക്കോട് ബോർഡ് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പുത്തൻ വണ്ടിയാണ് കേട്ടോ. എന്തായാലും അവർ കുറുപ്പന്തറയ്ക്ക് മുമ്പ് നമ്മുടെ കോതനെല്ലൂർ എത്തിയപ്പം ഒരു ചായ കുടിക്കാനായിട്ട് ജസ്റ്റ് നിർത്തിയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിഴക്കേ നടയിലാണ്. അപ്പോൾ കിഴക്കേ നടയിൽ നിൽക്കുകയാണ്. നന്നായിട്ട് തൊഴാൻ പറ്റി. കുറച്ച് സമയം ഒരു 3 മണിക്കൂറിലധികം ക്യൂ നിന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഫുഡ് കഴിച്ച് നമ്മൾ രാത്രി നമ്മൾ ഉറങ്ങിയാൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തായാലും സുഖമായിട്ട് തൊഴുതു നന്നായിട്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ ഇപ്പോൾ ഇനിയിപ്പോൾ 5 മണിക്കാണ് നമ്മൾ വന്ന ബസ് തന്നെയാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് ആ ബസ്സിന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് KSRTC സ്റ്റാൻഡിലോട്ട് പോകണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡാണ് എൻ്റെ പുറകിൽ കാണുന്നത്. നമ്മുടെ വണ്ടി 5 മണിക്കായിരുന്നു, പക്ഷേ ഒരല്പം ലേറ്റ് ആയിട്ടുണ്ട്. കാരണം കോഴിക്കോട് നിന്നല്ല ബസ് വരുന്നത്. നമ്മൾ രാവിലെ വന്ന വണ്ടി തന്നെ, അത് കോഴിക്കോടിനാണ് പോകുന്നത്. കോഴിക്കോട് നിന്ന് ഇപ്പോൾ റിട്ടേൺ വരുമ്പോൾ ഞാനിപ്പോൾ കണ്ടക്ടറെ വിളിച്ചപ്പോൾ വണ്ടി ഒരു 15 മിനിറ്റ് ലേറ്റാണെന്ന് പറഞ്ഞു. ബ്ലോക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ വന്ന പോലെ ഒരു സ്മൂത്ത് റൈഡിങ് ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും ഉടനെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 10 മണിയോടുകൂടി നമുക്ക് തിരിച്ച് പാലായ്ക്ക് മുമ്പ് എനിക്ക് എൻ്റെ വീട്ടിൽ കിടങ്ങൂർ ഇറങ്ങാൻ പറ്റും. നോക്കട്ടെ. എന്തായാലും നല്ല യാത്രയായിരുന്നു ഇങ്ങോട്ട്. നല്ല പുതിയ ബസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പഴഞ്ചൻ ബസ് പ്രതീക്ഷിച്ചുള്ള സ്ഥലത്ത് നമുക്ക് നല്ലൊരു അടിപൊളി ബസ് കിട്ടി. നല്ല യാത്രയായിരുന്നു, നല്ല സുഖയാത്രയായിരുന്നു. നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് തൊഴാൻ കയറിയത്. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്തായാലും നന്നായിട്ട് തൊഴുതു, ഗുരുവായൂരപ്പനെ തൊഴുതു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വണ്ടി എത്തി. ഒത്തിരി ലേറ്റായി. ഇപ്പം നമുക്ക് 5:35 കഴിഞ്ഞു. വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇന്നലെ രാത്രി കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ വണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കയറാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നല്ലൊരു ഗുരുവായൂർ യാത്ര നമുക്ക് കിട്ടി.